അന്യോങ് ആർമീസ്. അപ്പോൾ അമേരിക്കൻ മ്യൂസിക് അവാർഡ്സിന് നോമിനേറ്റഡ് ആയിട്ടുള്ള 3 കാറ്റഗറീസും തൂത്തുവാരി വിൻ ചെയ്തിട്ട് അവാർഡ് വാങ്ങിച്ചിട്ട് BTS മെമ്പേഴ്സ് എല്ലാവരും കൂടി ആർമീസിന് വേണ്ടിയിട്ട് വിവേഴ്സിൽ ഒരു ലൈവ് വന്നിരുന്നു. അപ്പോൾ ഒരു 37 മിനിറ്റോളൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു ലൈവിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഈ ഒരു ലൈവിന്റെ തുടക്കത്തിൽ തന്നെ BTS എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ജേഹുപ്പ് പറയുന്നത് നമ്മുടെ ആർമീസ് അവാർഡ് വിൻ ചെയ്തു എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ് ജിമ്മിന് ഇതിന്റെ നയം കൊണ്ട് നമ്മുടെ ആർമീസ് ആണ് ഈ ഒരു അവാർഡ് ശരിക്കും വിൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിനെ RM സമ്മതിക്കുന്നുണ്ട്, മെമ്പേഴ്സൊക്കെ സമ്മതിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു അവാർഡ് വോട്ടിങ്ങിലൂടെയാണല്ലോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം RM സ്റ്റേജിൽ വെച്ച് പറയുകയും ചെയ്തിരുന്നു. ഇനി അത് മാത്രമല്ല, BTS എപ്പോഴും അവാർഡ്സ് ഒക്കെ വിൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മെയിൻ ക്രെഡിറ്റ് ആർമീസിന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് RM എല്ലാവരോടും കൂടി പറഞ്ഞിട്ട് നമ്മൾ 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ജെഹു പറയുന്നുണ്ട്, അന്ന് നമ്മൾ എല്ലാവരും കൂടെ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ വന്നേന്ത്, അതും ഇതും വെച്ചിട്ടുള്ള കമ്പാരിസൺ ഒക്കെ കണ്ടു എന്ന് പറയുമ്പോൾ, അതായത് ബട്ടർ സോങ്ങിന് വേണ്ടിയിട്ടാണല്ലോ അത് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ജിൻ ചോദിക്കുന്നുണ്ട്, ബട്ടർ ഇറങ്ങിയിട്ട് ഇപ്പൊ 5 വർഷമൊക്കെ ആയെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജെഹൂബ് പറയുന്നത്, ഞങ്ങൾ AMAക്ക് ഫസ്റ്റ് വന്നത് 2017-18 ആ ഒരു DNA സമയത്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജെഹൂബ് പറയുന്നുണ്ട്, ഞങ്ങൾ ആ ഒരു ടൈമിൽ ഭയങ്കര കളർഫുൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിമ്മി പറയുന്നുണ്ട്, അന്ന് ഇതൊക്കെ ഒരു ഫാസിനേറ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ജിന്നി പറയുന്നുണ്ട്, എനിക്കിപ്പോഴും ഇതൊക്കെ ഫാസിനേറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ 3 അവാർഡ്സ് വിൻ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഏതൊക്കെയെന്നുള്ള പറയുന്നുണ്ട്. സോങ് ഓഫ് ദി സമ്മർ, ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ, ബെസ്റ്റ് മെയിൽ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് പിന്നെ അവർ സമ്മർ സോങ് ആയിട്ടുള്ള സിമ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ RM പറയുന്നുണ്ട്, എനിക്ക് സിമ്മ് ഭയങ്കര ഇഷ്ടമായ ഒരു സോങ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സമ്മർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഹോട്ട് ആയിട്ടുള്ള സോങ് അല്ലേ വേണ്ടത് എന്നുള്ള കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ അവിടുത്തെ ചൂടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹോട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ ചൂടിനെ കുറിച്ച് പറയുന്നത് നല്ല ചൂടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ RM പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ്റെ ഇത് 2 ഇരട്ടി കൂട്ടി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കനം കുറച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇത് പറഞ്ഞിട്ട് കമ്പനികൾ, അതായത് ഡ്രസ്സ് ഇട്ടതിൻ്റെ കമ്പനികളുടെ കാര്യം പറയുമ്പോൾ താൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഡിയോറിൻ്റെ കാര്യം ജിമ്മി പറയുന്നുണ്ട്. അപ്പോൾ ജിന്നു ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? ജിന്നിന്റെ കമ്പനീന്റെ കാര്യം പറയുന്നുണ്ട്. ഇനി ഇവരിത് പറയുമ്പോൾ JK ഇവിടെ താൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള കെൽവിൻ ക്ലെയിന്റെ അണ്ടർവെയറിന്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ ബ്രാൻഡിന്റെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇനി ഇത് പറഞ്ഞിട്ട് RM പറയുന്നുണ്ട്, ഇന്നത്തെ ഈ ഒരു അവാർഡ് 100% ആർമീസിന്റെ വോട്ടിൽ നിന്ന് മാത്രം കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിം പറയുന്നുണ്ട്, ആർമീസ് കാരണമാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അവർ ഈ ഒരു ഇതിന്റെ മുന്നേ വരെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ വരെ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജിം പറയുന്നുണ്ട്, ഇവിടെ ഈ ഒരു BTS എന്നുള്ള ആ ഒരു അവാർഡ് നോമിനേഷൻ്റെ അവിടെ അതിന് പകരം ആർമീസ് ആണ് എഴുതേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിന്നു പറയുന്നുണ്ട്, BTS ആൻഡ് ആർമീസ് എന്നാണ് അവിടെ എഴുതേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു അവാർഡിന് കയറുന്നതിൻ്റെ മുന്നത്തെ ഒരു ബിഹൈൻഡ് ദി സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ പറയുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവർ ഇതിന് കയറുമ്പോൾ എന്താണ് പറയേണ്ടതെന്നുണ്ടല്ലോ, ആ ഒരു സംഭവം ഓൾറെഡി ഇതാക്കി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കാണാനില്ല. പിന്നെ ടെലിപ്രോംപ്റ്റർ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ അവരെ നോക്കിയിട്ട് വായിക്കുമല്ലോ, ആ ഒരു സംഭവം ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നോക്കിയിട്ട് കാണാനല്ല. അപ്പം നമുക്ക് പറയുന്നുണ്ട്, ആകെ കൂടെ ഒരു ഇതായിട്ട് മുന്നിക്കൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, ഒന്നും മനസ്സിലാവണില്ല എന്ന്. അത് പറഞ്ഞപ്പോൾ ജെഹോപ്പും ബാക്കി മെമ്പേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ടൈം ആയല്ലോ ഇപ്പോൾ അവർ അങ്ങനത്തെ ഇതിനൊക്കെ പോയിട്ട്. അപ്പം ആകെ ഒരു അന്താളിപ്പിൽ ആ ഒരു സംഭവം കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല എന്താ പറയേണ്ടത് എന്നുള്ളത്. അപ്പം അത് പറയുമ്പോൾ ആ ഒരു സമയത്ത് ജിമ്മിൻ പറയുന്നുണ്ട്, ജിമ്മിൻ ഈ ഒരു സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ അത് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയും കാരണമൊക്കെ ഭയങ്കര വേർക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിന്നും തന്നെ പറയുന്നുണ്ട്, ജിമ്മിൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഷുഗർ ജിമ്മിനൊന്ന് തൊട്ടോക്കിയിട്ട് നല്ല ചൂടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ജിമ്മിന്റെ ടെൻഷന്റെ കാര്യം ഇവർ പറയുമ്പോൾ RM പറയുന്നുണ്ട്, ഇതിലും ബെറ്റർ അവനൊരു ഫ്രീ സ്റ്റൈൽ ഡാൻസ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടാവില്ലായിരുന്നു, ഇത്ര ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. ജിം പറയുന്നത് അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ പറയുന്ന വേറൊരു കാര്യമാണ്, അതായത് അതിൽ കയറിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ അവിടെ ഒരുപാട് ആർമീസ് ഉണ്ടായിരുന്നു. അതായത് കയറുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷൻ ആർമീസ് ഒരുപാട് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ പോയി എന്നുള്ളത്. ഇത് കുഴപ്പമില്ല. ജിമ്മിനും പറയുന്നുണ്ട്, ശരിയാണ്, അവിടെ വരുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു എന്താവുന്നു, പക്ഷെ ആർമീസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി എന്നുള്ള കാര്യമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് പറയുന്നുണ്ട്, നമ്മളെവിടെ പോയാലും, അല്ലെങ്കിൽ ആർമീസ് തേയൊക്കെ പറയുന്നുണ്ട്, ആർമീസ് നമ്മളെവിടെ പോയാലും അവിടെ ഉണ്ടാവും, അവർ നമ്മൾ വരുന്ന ഷോക്കും കാര്യങ്ങൾക്കൊക്കെ വരലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അവർ 11 വർഷം മുന്നേ ഇതേപോലെ ഒരു അവാർഡ് നൈറ്റ് വന്ന കാര്യം പറയുന്നുണ്ട്. അവിടുന്ന് ഡ്രേക്കിനെ ഫസ്റ്റ് ടൈം കണ്ട കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇന്നും അതേപോലെ തന്നെ അവിടെ കുറേ ആൾക്കാരെ കണ്ടു എന്നുള്ളത്, അവരെ കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വേറെയുള്ള ആർട്ടിസ്റ്റുകളൊപ്പം വന്നിരുന്നല്ലോ, അപ്പോൾ അവരെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും നല്ല ആൾക്കാരാണെന്നുള്ള കാര്യമൊക്കെ
പറയണത്. അങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു ഷാമ്പേ ഉണ്ടായിരുന്നു, അത് തുറക്കാൻ പറയുന്നുണ്ട്. അത് തുറക്കുന്ന കാര്യത്തിൽ ജിമിനാണ് ഇതിലൊക്കെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ജിമിനോട് തുറക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ജിമിൻ പറയുന്നുണ്ട് ഞാൻ എക്സ്പേർട്ട്, അതെന്ത് നിങ്ങൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ജിമിൻ ആ ഒരു ഷാമ്പയിൻ തുറക്കുന്ന സമയത്ത് ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യം, അവിടെ പെർഫോം ചെയ്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ലാസ്റ്റ് എന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് അവരൊരു ഉറക്കത്തിൻ്റെയും എണീക്കലിൻ്റെയും കാര്യമാണ്. പിന്നെ ഒരു കൊറിയത്തെയും ഇവിടുത്തെയും ടൈം ഡിഫറൻസും കാര്യങ്ങളൊക്കെ കൊണ്ടും, അതേപോലെ തന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഹോട്ടലിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് ഈ ഒരു ടൂറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനെക്കുറിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഷാമ്പയിൻ അവർ എല്ലാവരും ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ ചിയേഴ്സ് അടിക്കുന്നുണ്ട്. ചിയേഴ്സ് അടിച്ചപ്പോൾ ജിന്നേട്ടൻ പറയുന്നുണ്ട് ഇത് ലൈവിലിരുന്ന് കുടിക്കാൻ പറ്റുമോ, ഈ 50+ റെസ്ട്രിക്ഷനൊക്കെ ഉള്ളതുകൊണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോ ലാസ് വേഗാസിലുണ്ടായിരുന്ന കോൺസേർട്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഷോ എൻജോയ് ചെയ്തു അവരെന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് നന്നായി എൻജോയ് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിനും പറയുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തു, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മസിൽ പെയിൻസ് ഉണ്ടല്ലോ ആ ഒരു പ്രശ്നമുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആറമും ബാക്കി മെമ്പേഴ്സൊക്കെ അതിന് സമ്മതിക്കുന്നത് എന്താ വെച്ചാൽ മസിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു പെർഫോമൻസ് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം പറയുമ്പോൾ ഇവർ എക്സാമ്പിളായിട്ട് മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ പറയുന്നുണ്ട് ഈ ഒരു സംഭവം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ നമ്മളെ ആർമീസിന് ആർക്കും ഇത് സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു പെയിനിന്റെ കാര്യം പ്രശ്നത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് പരസ്പരം എന്താ സംഭവം എന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ കഴിയുണ്ടാവും, പക്ഷെ ആർമീസിന് അതായത് ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് കഴിയുണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു ഇതിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മെമ്പേഴ്സ് ജിമ്മിൽ പോണ കാര്യം പറയുന്നുണ്ട്, സ്ഥിരമായിട്ട് ജിമ്മിൽ പോകണം, അതായത് വേറെ ഒന്നും ഇല്ലെങ്കിൽ മെമ്പേഴ്സ് എല്ലാവരും സ്ഥിരമായിട്ട് ജിമ്മിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ആരെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന് ഉറക്കം ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത് മെമ്പറാണ് അതിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അധികം ലൈവ് വരാത്തത്, അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഫസ്റ്റ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇവരെല്ലാവരും വന്നുകൊണ്ട് തന്നെ ജങ്കുക്കായിരുന്നു ഇപ്പോൾ അടുത്ത് അങ്ങനെ വരാതിരുന്ന ഒരാൾ. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് ഞാൻ വരണം എന്ന് വെച്ചതായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ജയഹോപ്പിൻ്റെ ആ ഒരു റോക്ക് ഹണീൻ്റെ കാര്യം പറയുന്നല്ലോ മറ്റേ ലൈവിലൊക്കെ ആ ഒരു സംഭവം പറയുന്നുണ്ട്, അത് ഇവർ കഴിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹണി ഇപ്പോഴത്തെ അത് മറ്റേനേക്കാളും കമ്പാരിറ്റീവ്ലി രസമല്ല അങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കമന്റ്സ് വായിക്കുകയാണ്. അപ്പോൾ ജിമിനായിരുന്നു കമന്റ് വായിച്ചത്. ജിമിൻ ഫസ്റ്റ് വായിച്ചത് ജിന്നേട്ടൻ ഒരു വിളിച്ചാണ് കേടാത്ത, ജിന്നേട്ടൻ നമ്മുടെ പ്രതീക്ഷ, അങ്ങനത്തെ സംഭവം ജിന്നിനെ പൊക്കറ്റി പറയുന്നതായിട്ടുള്ളൊരു കമന്റ് ആയിരുന്നു, അത് വായിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജിന്നി പറയണ്ട ഞാൻ ഫയർ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ എല്ലാവരോടും കൺഗ്രാജുലേഷൻ പറയുന്ന കമന്റ് ആയിരുന്നു, അത് വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യുങ്കി മാരിമി ഉണ്ടായിരുന്നു, അത് വായിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വന്നത് ജിമിൻ്റെ ഹെയറിനെ കുറിച്ചാണ്. ആ ഹെയറിനെ കുറിച്ചുള്ള ഫുള്ള് വായിക്കാതെ ഇങ്ങനെ ജിമിൻ അത് വിഴുങ്ങി വിടാൻ നോക്കിയപ്പോൾ ജിന്നേടൻ പറയുന്നുണ്ട് ഫുള്ള് വായിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിമിൻ പറയുന്നുണ്ട്, അങ്ങനെ ജിമിൻ പറയുന്നുണ്ട് ആ ഹെയർ നല്ല സെക്സി ആയിട്ടുണ്ടെന്നുള്ള അങ്ങനത്തെ ഒരു കമന്റ് ആയിരുന്നു അത്. അങ്ങനെ ആ ഒരു ഹെയറിന്റെ കാര്യം പറയുമ്പോൾ ജിമിൻ ആ ഹെയർ എത്രത്തോളം വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അവരെന്നെ പറയുമ്പോൾ ജിമിൻ പറയുന്നുണ്ട് ഞാൻ ആ ഒരു എയില് കണ്ട പോലെ റാപ്പുൻസലിന്റെ അത്ര ഹെയർ വളർത്താനാണ്, അത്ര വരെ എത്തുന്ന വരെ ഞാൻ വളർത്താതാണ് എന്റെ പ്ലാനിങ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിമിന്റെ ആ ഒരു കാര്യം പറയുമ്പോൾ ജിന്നു പറയുന്നുണ്ട് ജിമിന്റെ ഈ ഒരു ഹെയർ കെയർ ചെയ്യാൻ കുറെ ടൈം വേണം എന്നുള്ള ജിമിൻ പറയുന്നത്. ഞാനൊരു ഇതിന് വിളിച്ചപ്പോൾ ജിമിൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നതെന്ന് പറയുമ്പോൾ ജിമിൻ പറയുന്നുണ്ട് അത് ഞാൻ അപ്പം ഒരു ഹെയർ എക്സ്റ്റൻഷൻ കുറച്ച് വെച്ചിട്ട് ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിന്റെ കുറച്ച് വേദനയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്നാലും അങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ജിമിൻ ആ ഫുള്ള് ഹെയർ അത്ര വളർത്തണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല അതിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മെമ്പേഴ്സ് ഈ ഒരു ഹെയറിന്റെ കാര്യം നല്ല രസമുണ്ടെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജിമിനെ കളിയാക്കുന്നുണ്ട് സെയിം ടൈം. എന്നിട്ട് 2 സൈഡും മുടി കെട്ടുമല്ലോ അങ്ങനെ കെട്ടിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ജിമിൻ പറയുന്നുണ്ട് സ്റ്റാഫ്സ് എന്നോട് പറഞ്ഞ് ഉപ്പാന്നാണല്ലോ വിളിച്ചത്, ഇപ്പൊ എന്നെ ഉണ്ണി എന്നാണ് വിളിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിമിൻ ഓരോ കമന്റ് വെച്ചിട്ട് ഇല്ലാത്ത പോലത്തെ കമന്റ് ഒക്കെ വായിക്കുന്നുണ്ട്. അതിന് അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജിന്നു പറയുന്നുണ്ട് ആ സമയത്ത് ജെ.കെ ഇങ്ങനെ ജിന്നിനെ അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പാന്റിന്റെ അവിടെ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ജെ.കെനോട് ജിന്നു പറയുന്നുണ്ട് കമന്റ് കാണിച്ചിട്ട് അതിലൊരു കമന്റ് വന്നിട്ടുണ്ട് ജിന്നേട്ടന്റെ അണ്ടർവെയർ വല്ലാതെ പിടിച്ചു വലിക്കില്ല ജെ.കെ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഇടാന്ന് പറഞ്ഞിട്ട് ജിന്നേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ആറം പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ആൾക്കാർ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ജിന്ന് ഇത് കേട്ടിട്ട് പിന്നെ എന്താ അവർ പറയാ എന്റെ ഈ ഒരു ഇത് പിടിച്ചു വെച്ചിട്ട് ഇവ എന്നെ ഇവിടെ മേലെ വരെ കയറ്റിട്ട് റെസ്ലർ ആക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് പറയുന്നുണ്ട് അതിന് ജിന്നേട്ടനും കുക്കിനോട് അങ്ങനെ തന്നെയല്ലേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിന്ന പറയുന്നുണ്ട് അത് നല്ല ഫണ്ണാണെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഈ ഒരു സംഭവം പറയണത് ആ ലൈവിൽ ഉണ്ടായിരുന്നത് മാത്രമാണോ അതോ അവരെ കോൺസേർട്ടിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണെന്ന് അറിയില്ല, ഞാൻ അങ്ങനെ ക്ലിപ്പ് കണ്ടിട്ടില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ജിമിൻ പറയുന്നുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാന്നുള്ള ആണെങ്കിൽ ആ ഒരു സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞില്ലേ, അതായത് ഇവർ ഈ ഒരു രണ്ടാളി മെന്റാലിറ്റി ഒക്കെ ഒരേപോലെയാണെന്നുള്ള കാര്യം തേയി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, രണ്ടാളും ഒരേപോലെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിമിന്റെ അടുത്ത് നിന്ന് ആ ഒരു കമന്റ് വായിക്കാനുള്ള ടാബ് ആറം വാങ്ങിക്കേണ്ടത്, എന്നിട്ട് ആറമാണ് പിന്നെ കമന്റ് വായിക്കണം. അപ്പൊ ആറം വായിക്കണ ഫസ്റ്റ് കമന്റ് ആ ഒരു യെല്ലോ ത്രെഡ് എവിടെ പോയി ആറമിനോടാണ് ചോദിക്കണം. അപ്പൊ ആറം പറയണ്ട അത് ഞാൻ
ഞങ്ങൾ ആ ഒരു അവിടെ തന്നെ ഇട്ടിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു സമയത്ത് അവിടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, കീപ് സ്വിമ്മിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കേക്ക് എടുത്തിട്ട് ഇതുവരെ ഇന്ന് പ്രിപ്പയർ ചെയ്താണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ തേനോട് അതിനൊരു കഷ്ണം കഴിക്കാൻ പറയുന്നുണ്ട് ജിൻ. പിന്നെ ആ ഒരു സമയത്ത് 6 കമന്റ് വായിക്കുമ്പോൾ ജിമിനെ റാപ്പുൻസലിന്റെ അനിയത്തിന്റെ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പോളണ്ട് ബെസ്റ്റ് വോഡ്കയ്ക്ക് പോളണ്ട് വരണം എന്നുള്ള ആ ഒരു കമന്റ് വായിക്കുന്നുണ്ട്. അപ്പൊ അവര് പോളണ്ട് പോകണില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമന്റ് വായിക്കാനുള്ളത് യുങ്കി ആറാമിന്റെ അടുത്ത് വാങ്ങിച്ചിട്ട് വായിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിമിൻ പറയുന്നുണ്ട്, ഈ ഒരു ഇടയ്ക്ക് ഇപ്പൊ അങ്ങനെ ആയിട്ട് വല്ലാതെ കുടിക്കാറില്ല, പക്ഷെ ഇന്ന് നമ്മൾ കുടിക്കണം അങ്ങനത്തെ ദിവസമല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുടിക്കുന്നുണ്ട്. പിന്നെ അവര് കോൺസേർട്ട് പോകേണ്ട നെക്സ്റ്റ് പ്ലേസിന്റെ അങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അവരിനി ഈ കോൺസേർട്ടിന് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ നല്ല പ്ലേസുകളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ എന്തായാലും ഞങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം പറയുമ്പോൾ ജിന്ന് പറയുന്നുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആറം ചോദിക്കുന്നുണ്ട് ജിന്നേട്ട ഇപ്പോൾ റോളർ കോസ്റ്റർ റൈഡ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ജിന്നേട്ടൻ ഞാൻ ഇവിടുത്തെ ചെയ്യില്ല, വേറെ എവിടുത്തെ ചെയ്യുന്നുള്ള കാര്യം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു കമന്റ് വായിക്കണതിനിടയ്ക്ക് വേറെ കമന്റ് ഒന്നുമില്ല, മൊത്തം ആനിമിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറം പറയുന്നുണ്ട് ഞങ്ങൾ Q&A ഇടുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ജിന്നേട്ടൻ പറയുന്നുണ്ട് മാരിമി ഒന്നും ഇടാൻ പറ്റില്ല, Q&A ഇടുകയാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിമിനെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ആ ഒരു ടീഷർട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്, ഒരു സുഖമെല്ലാം മാറ്റിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു കമന്റ് അതിൽ വന്നാണ് വൺ മോർ നൈറ്റ് എന്താണ് BTS പാടാത്തതെന്നുള്ള. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് പാടണമെന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഇപ്പം അടുത്ത് തന്നെ പാടും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ജയഹോപ്പും തേയും വല്ലാതെ ഒരു വൺ മോർ നൈറ്റ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ഇവരിവിടെ ഈ ഒരു സീരിയസ് ചർച്ചേന്റെ ഇടയ്ക്ക് അവിടെ നമ്മുടെ ജിൻകുക്ക് വല്ലാത്ത തിരക്ക് കൂടലാണ് കേട്ടോ, അതൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഇവര് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ജിന്നേട്ടൻ ജേക്കനോട് ദേഷ്യം പിടിച്ചിട്ട് എൻ്റെ അവിടെ പിടിക്കണ കുറച്ച് കുറയ്ക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജിമിൻ ഈ സമയത്ത് ഡ്രസ്സ് മാറിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജിമിൻ അത് നോക്കിയിട്ട് പറയുന്നുണ്ട്, കാര്യമായിട്ട് വേറെ കമന്റ്സ് ഒന്നുമില്ല മാരിമി മറ്റൊക്കെ പറയുമ്പോൾ ജിമിൻ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ലൈവ് 3.something മില്യൺ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു താങ്ക്സ് പറയുന്നുണ്ട്. ഇതിന് ജയഹോപ്പ് കൊറിയൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. എങ്ങനെ ഈ ഒരു സംഭവം ഒരു പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അതെന്താന്ന് വെച്ചാൽ ഈ മാരിമി കമന്റ് ഇടുന്നവരൊക്കെ ശരിക്കും മാരി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാവും ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്നുള്ള ഒരു വല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവർ വെറുതെ പറയുമേ, അത് വെറുതെ പറയുമോ, ഇപ്പോൾ ആ ഒരു യുങ്കി മാരിമി അല്ല അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് JK പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പോൾ കുറച്ചായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു പ്ലീസ് ഗിവ് മീ ബോയ് ഫ്രണ്ട് നം ജിൻജൂസ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ വേറൊരു വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ആർമീസിന്റെ ഇടയിലുള്ള എല്ലാ ട്രെൻഡും കാര്യങ്ങളൊക്കെ അവരറിയണുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരം. അങ്ങനെ പിന്നെ അവർ ഒരു കോൺസേർട്ടിന്റെ ഇപ്പോഴത്തെ ടൂറിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവർ ആ ടൂർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്, ഒക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് പോണത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വേറെ എക്സൈറ്റ്മെന്റ് ഒക്കെ കാരണം ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മറ്റേ അരിറങ് സോങ്ങിലെ അവരൊരു നാഷണൽ ആന്തം ഉണ്ട്, അതെല്ലാവരും പാടുമ്പോൾ അതൊരു വേറെ ഒരു പ്രൗഡ് മൊമെന്റ് ആണെന്നുള്ള പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൊറിയൻ ഫ്ലാഗ്സ് എല്ലാവരും ഇങ്ങനെ പിടിച്ച് നിൽക്കണം ആ ഒരു സംഭവം പറയുമ്പോൾ ആ ഒരു നാടിനെ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഇതാണെന്ന് പറയുന്നുണ്ട്, ഒരു മൂവിയിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ജിമിൻ അങ്ങനെ ഒരു റിയൽ അല്ലാത്തൊരു സംഭവം പോലെയൊക്കെയാണ് തോന്നുന്നത്. കുറേ ഫാൻസിനൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളെ ആൻസസ്റ്റേഴ്സ് ഒക്കെ പ്രൗഡ് ആയിരിക്കൂലേ ഇതും കൊണ്ട് എന്നൊക്കെ ആറും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആർമീസ് അവരെ ഓരോരോ കോസ്റ്റ്യൂംസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തിടുന്നത്, അതേപോലെ ഓരോ സിമ്പിൾസ് കാര്യങ്ങൾ, പിന്നെ ഫ്ലാഗ്സ് ഒക്കെ വെക്കുന്നത്, പിന്നെ ഹോബീൻ്റെ ഒരു പേര് വെച്ചിട്ട് ഒരു നിയോൺ സംഭവം ജിമിൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ ഒരു ഹോപ്പ് എന്നുള്ളത് ഹോബി ആയത് എപ്പോഴാന്നുള്ളത് അവരെന്നെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ഹോപ്പ് എന്നുള്ളത് ഹോബി ആയത് എന്നുള്ള കാര്യം. പിന്നെ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ ആയാലും ഇടയ്ക്ക് വീട് എന്നുള്ള ആ ഒരു മിസ്സിങ് വരും, ആ ഒരു സംഭവമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെയായാലും എല്ലാവർക്കും വരുമല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇനി അവർ ഫെസ്റ്റ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എക്സൈറ്റ്മെന്റിലാണ് പോണേൻ്റെ എന്നുള്ള പറയുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ആറം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇത് ഇങ്ങനെ പറയണുണ്ട് അവർ ബുസാനിൽ കോൺസേർട്ട് ബുസാനിൽ പ്രോഗ്രാം ഫെസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്കൊരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ ബുസാനിൽ ഈ ഒരു ഫെസ്റ്റ ടൈം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ടൈം വെച്ചിട്ട് അവർ അക്കോമഡേഷൻ ഹോട്ടൽസ് സംഭവങ്ങളൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ
അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തിനാ അങ്ങനെ ചെയ്യണമെന്നുള്ളത് ആറാൻ പറയുന്നുണ്ട്. അപ്പോൾ മെമ്പേഴ്സും തന്നെ പറയുന്നുണ്ട് ശരിയാണ്, അത് ഞങ്ങളും കേട്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് വി പറയുന്നുണ്ട് ഞാൻ പിന്നെ ദേഗു ബോയ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല, ഇവിടെ ബുസാനത്തെ 2 ആൾക്കാരുണ്ടല്ലോ അവർ പറയട്ടെ എന്ന് പറയുമ്പോൾ ജിമിൻ ഇങ്ങനെ ഈ അടിക്കാൻ പോണ പോലത്തെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞിട്ട് ആറൻ പറയുന്നുണ്ട് പൈസേന്റെ കാര്യമൊക്കെ ഓക്കെ, നമ്മളൊരു സീസൺ ടൈമിൽ സംഭവമൊക്കെ വേണം, എന്നാലും നമ്മൾ അതിന്റെ ഒരു മാന്യതയിൽ ആ സംഭവം കൊണ്ടുപോകണം, അതൊരു ഇതിൽ ലെവലിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ആറൻ പറയുന്നുണ്ട്. ഇങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പ്രൈസിന്റെ ഇഷ്യൂ, ആൾക്കാർക്ക് നിൽക്കാനുള്ള പ്രശ്നങ്ങളെ ഇഷ്യൂ ഒക്കെ നംജു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിന്നേട്ടൻ നംജിനോട് പറയുന്നുണ്ട് നംജിന നമുക്ക് നീ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. ഇതോട് പറഞ്ഞപ്പോൾ മെമ്പേഴ്സ് എല്ലാവരും അതിനായിട്ട് സപ്പോർട്ട് ചെയ്ത്. എന്താ വെച്ചാൽ സീരിയസ് ആയിട്ട് പറയുന്നത് ജിന്നേട്ടനെ ഓരോ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ട് ഒരു ഹോട്ടൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ സമയത്ത് തേ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏട്ടനിപ്പോൾ ഒരു ആ ഹോട്ടലൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, ഏട്ടന് വാങ്ങിക്കാലോ എന്നുള്ള കാര്യം തേ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നംജു പറയുന്നുണ്ട് ഡാ നിങ്ങളൊക്കെ കൂടി എന്നെ ഈ ഒരുമാതിരി റിഡിക്കുലസ് ആയിട്ടുള്ള സംഭവം പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ജിന്നേട്ടൻ പറയുന്നുണ്ട് ഡാ നംജുനെ നീ 1 ട്രില്യൺ പൊക്കിമോൻ കോഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള റൂമേഴ്സൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിറ്റള എന്നിട്ട് ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങി, ഹോട്ടൽ വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിം പറയുന്നുണ്ട് എല്ലാ നല്ല കാര്യങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നാണല്ലോ കേട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കൂടി കേട്ടിട്ട് നംജിൻ സ്ട്രെസ്സായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നംജിൻ പറയുന്നുണ്ട് എന്തായാലും വേണ്ടില്ല, അവിടുത്തെ ഒരു പ്രൈസിന്റെ കാര്യം ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണം, ഒന്ന് കുറയ്ക്കണം, ഞങ്ങൾ എന്തായാലും അവിടെ അങ്ങനെയൊക്കെ നടത്തണമല്ലേ, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒരു എന്താ വെച്ചാൽ ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവില്ല എന്നുള്ള കാര്യത്തിലാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ ഫേമസ് പ്ലേസ് എന്താ ഫുഡ് കഴിക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കും, റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ. പിന്നെ അത് തുടങ്ങിയാൽ പിന്നെ നിർക്കൂലല്ലോ. അങ്ങനെ ഓരോ സ്ഥലങ്ങളെ കാര്യങ്ങളും പറയുന്നുണ്ട്, ഇന്ന സാധനങ്ങൾ ഇവിടെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോരുത്തർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാതും ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ഓരോ പേര് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അവിടെ വെച്ചിട്ട് മിലിറ്ററി എൻലിസ്റ്റ്മെന്റിന് മുന്നേ നടത്തിയ ഒരു കോൺസേർട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജിന്ന് അതിന് മുന്നേ തന്നെ ഇതിന് പോവാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു മിലിറ്ററിയിൽ. പക്ഷെ നംജുൻ ഏട്ടാ നമ്മൾ ഇപ്പം ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ എപ്പോഴാണ് ചെയ്യാന്നുള്ളത് അറിയില്ല, നമുക്കിത് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ജിന്നിനെ പിടിച്ച് ഇതാക്കിയിട്ടാണ് ആ ഒരു കോൺസേർട്ട് ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താ ചിലപ്പോൾ ജിമിനും പറയുന്നുണ്ട് നമ്മൾ പോണതിന്റെ മുന്നേ അവർക്കൊരു ഇത് ബായ് പറയണല്ലോ എന്നുള്ള കാര്യം ജിമിനും പറയുന്നുണ്ട്. എന്തായാലും ഇവർ പറഞ്ഞു തുടങ്ങിയിട്ട് ആകെ പിന്നെ പറഞ്ഞ് പരസ്പരം ആകെ അലമ്പ് വർത്താനം സംസാരം തന്നെ ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് വി പറയുന്നുണ്ട് നമ്മളാകെ അലമ്പാണെന്നുള്ള കാര്യം വി പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞ് ബുസാൻ ഡയലക്റ്റും ഈ ഒരു ദേഗു ഡയലക്റ്റ് അതായത് സംസാര രീതി സംഭവം വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം അത് പറഞ്ഞെത്തുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാം കൂടെ ആകെ സംസാരമായി. അവരെ ഓരോ സ്ഥലത്തെ ഡയലക്റ്റ് അതായത് സംസാര രീതികൾ പറഞ്ഞിട്ട് സംസാരിക്കുക, ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൽ നംജുൻ്റെ പാരൻസ് എവിടുന്നാന്നുള്ള കാര്യം, ജിന്നിൻ്റെ പാരൻസ് എവിടുന്നാന്നുള്ള കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് സംസാര രീതി പറഞ്ഞിട്ടാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമല്ലേ. അപ്പോൾ അവർ ആ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ കാര്യം അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്, അയാളെ സംസാര രീതിയും വ്യത്യാസം ഉള്ളതാണെന്നുള്ള കാര്യം. ഈ അവിടെ മാത്രമല്ല, അവരുടെ സ്ഥലത്ത് മാത്രമല്ല പുറത്തുള്ള സ്ഥലങ്ങളിലും ഓരോ പ്ലേസിൽ ഓരോ സംസാര രീതി ആവുമല്ലോ. ഇപ്പോൾ നമുക്ക് തന്നെ ഓരോ ജില്ലകളിലും ഓരോ ടൈപ്പാണല്ലോ. അപ്പോൾ ആ സംഭവം പറഞ്ഞിട്ട് അവരെ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാവും അയാളുടെ സംസാരം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജിമ്മും പിന്നെ അവിടെ നിന്ന് എനിക്ക് ചൂടെടുക്കണമെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയിട്ട് ആ ഒരു കോട്ട് ഊരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് ജിമ്മിനെ നോക്കിയിട്ട് ജിമ്മിനെ ഓരോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നംജും പറയുന്നുണ്ട് ഇപ്പം നിന്റെ നിപ്പിൾസ് നേരെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ജിമിന്റെ ഇത് ഓരോന്ന് ഇവർ പറഞ്ഞിങ്ങനെ ഇതാക്കുന്നുണ്ട്. ജിമിനെ അത് ഡ്രസ്സ് ഊരാൻ പോയിട്ടുണ്ട് എന്നുള്ള ഇത് ആർമീസിനെ കാണിച്ച് വെറുതെ കളിയാക്കണ പോലെ പറയണം. അപ്പോൾ നംജും പെട്ടെന്ന് എണീറ്റിട്ട് നിങ്ങൾ AMAന്റെ ഇതിന് വന്നിട്ട് താങ്ക്സ് പറയണ ആ ഇതിലും വന്നിട്ട് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ വെറുതെ ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം പറയുമ്പോൾ ജിമിൻ നേരെ ക്യാമറയിൽ തന്റെ ബാക്ക് ഭാഗം വന്ന് കാണിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു ടൂറൊക്കെ കഴിഞ്ഞിട്ട് കൊറിയയിലേക്ക് തിരിച്ചു വരാന്നുള്ള സംഭവമൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് കോൺസേർട്ടിന് കാണാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് AMAയിൽ കിട്ടിയ അവാർഡ്സിന് താങ്ക്സ് ഉണ്ട് എന്നുള്ള ആർമീസിനോട് പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ഈ ഒരു ക്യാമറ എല്ലാവരും അടുത്തേക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ലൈവ് എൻ്റെ ആക്കിയിട്ട് അവർ പോണത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ലൈവിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഐ മീൻ എനിക്ക്
കുറച്ച് എടുത്ത് പറയാൻ കണ്ട കാര്യങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ മെമ്പേഴ്സ് ഒരാളല്ല സംസാരിക്കുന്നത്, എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇതിപ്പോൾ ഒരു പ്രാവശ്യം കേട്ടത് 2-3 പ്രാവശ്യം ഇരുന്ന് കേട്ടാലേ ഓരോരുത്തരും ഓരോന്നും എന്താ പറഞ്ഞതെന്നുള്ള നേരെ മനസ്സിലാവുള്ളൂ. അതൊന്നും ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങൾ എന്തായാലും നിങ്ങൾ ലൈവ് കണ്ടോണ്ടു. ലൈവ് കണ്ടിട്ട് ആ ഒരു ട്രാൻസ്ലേഷനോ സംഭവം ഒന്നും ഇല്ലാതെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ലൈവ് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ അങ്ങനെ ഒത്തുകൂടി സംസാരിക്കുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട്. അപ്പോൾ എനിവേ ഇനി നെക്സ്റ്റ് ലൈവിൻ്റെ മലയാളം ട്രാൻസ്ലേഷനായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ആർമീസ്.